ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ സ്റ്റാർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതാണെന്നൊക്കെ മറ്റുള്ള ആളുകൾ പറയും. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലോ ഹെയർ സ്റ്റൈലോ ഒക്കെ നല്ലതാണെന്ന് അവർ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫുള്ളി മാറ്റിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം, ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഴയതിനേക്കാളും കൂടുതൽ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പണ്ടത്തെ ആ ഒരു ആളല്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് മറ്റുള്ളവർക്ക് തോന്നുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആളായി നിങ്ങൾ മാറിയെന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായി മാറിക്കഴിഞ്ഞുവെന്ന് മറ്റുള്ളവർക്ക് ഇവിടെ തോന്നുന്നുണ്ട്. ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആകും എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലെ ഇവിടെ ഇരിക്കുന്ന ഒരു സമയമാണ്. കുറേ കാര്യങ്ങളൊക്കെയും നിങ്ങളിൽ ഹീലായിട്ടുണ്ടാവാം. നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് ഇത്. ഒരുപക്ഷെ ചില ആളുകൾക്ക് അതിനുള്ള ഉത്തരം ഇതിനോടകം കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നും. പിന്നെ ഈ സമയം നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്ര ഹീലാകുന്ന ഒരു എനർജിയാണ്. അതായത് നമ്മുടെ മണിപൂരക ചക്ര ബ്ലോക്ക് ആകുന്ന സമയത്ത് നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് അഡിക്ഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ടാകാം. നിങ്ങൾ ചില അഡിക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി കാർമിക്കായിട്ടുള്ളൊരു സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മളോട് ഒരുപാട് ഇഷ്ടവും ഒരുപാട് പ്രണയത്തോടും കൂടി നിങ്ങളെ ആരോ ഇവിടെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയുമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജി ഉണ്ട്.
ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു യാത്രയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കത് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഈ ഒരു സമയം കണ്ടുമുട്ടാനുള്ള അവസരം എത്തുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ കുറേയധികം ആളുകളും അത്തരത്തിലൊരു എനർജിയിൽ ഈ സമയം ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ഒരു തീരുമാനം ഈ ഒരു സമയം എടുത്തിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് വേണമെന്നുള്ളതാണ്. നോർമലി പറയും പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ സ്ട്രെങ്ത് സംഭരിക്കാൻ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ നേരെ വന്നാലും അതിനെ നിങ്ങൾക്കിവിടെ മറികടന്നു പോവാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളിലേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ ഇവിടെ സാധിക്കും എന്നാണ്. ഹൈറഫൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറാൻ ഈ ഒരു സമയം സാധിക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊരു ട്രഡീഷണൽ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില അറിവുകൾ കൂടുതലായി ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളൊരു അവസരവും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ട്രാവലാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂല്യം തരാത്ത ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില ആളുകളിൽ നിന്നും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒന്ന് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇവിടെ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. പാസ്റ്റിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സമാധാനം തരാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വീട് മാറിപ്പോകുന്നതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓർമ്മകൾ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ മാറിപ്പോകാൻ ഒരു തീരുമാനമെടുത്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു സമയത്തിന് ഇവിടെ അവസാനമായിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്തെങ്കിലും തരത്തിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇവിടെ ജോലിയിലൊക്കെ സ്ഥലം മാറ്റം കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഒരുപക്ഷെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മോശമായ പല കാര്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച, നിങ്ങൾ ഒരുപാട് പ്രണയിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത്തരം ആളുകളുടെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് റിയാലിറ്റിയിലേക്ക് വരിക. കാരണം റിലേഷൻഷിപ്പ് ഒരു പാർട്ട് മാത്രമാണ്, നമ്മളുടെ ജീവിതമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പാണ് നമ്മളുടെ ഹോൾ ലൈഫ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് പിന്നെ മുന്നോട്ട് ജീവിതമില്ലെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക. ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അത് എപ്പോഴും നമ്മൾ ഓർക്കുക, അതെപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു പൂർണ്ണതയുള്ളൊരു ആളാണെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് നിങ്ങൾ എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയാൻ പറ്റിയത്, നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റിയത്. അതുവരെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ ആ ഒരു ചുറ്റുപാടിൽ തന്നെ ഇങ്ങനെ തളയ്ക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളതിൽ സന്തോഷിച്ചിട്ടും ഉണ്ടാകാം. അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നാണ് നിങ്ങൾ അന്ന് വിചാരിച്ചിരുന്നത്. എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഫ്രീ ആയി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടി. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിലെ ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്കിവിടെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ഇവിടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിടന്നാൽ ഉറക്കം വരാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ വളരെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാം ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഒരു എന്താണ് പറയുക, ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സ്പിരിച്വലി എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അതായി തീരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസ് ഒരു സപ്പോർട്ടിന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യാത്രയ്ക്ക് പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങളെല്ലാം ഒരു ഫുൾഫില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെ സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും ഒക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷൻസ് കിട്ടുമെന്നുള്ളതാണ്. അത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന, നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ സമയം സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നാണ്. സ്പിരിച്വാലിറ്റിയിലൊക്കെ പുതിയ കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് വരുന്നതാവാം. മാത്രമല്ല
നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറാനായിട്ട് ഒരു സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളെന്ന് പറയുന്നത് മറ്റാർക്കും പ്രിയപ്പെട്ടതല്ലെങ്കിലും നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് മൂല്യം കൊടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ലോകത്ത് ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമ്മളെ അങ്ങനെ ആരും മനസ്സിലാക്കില്ല. അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ മൂല്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും അത് നമുക്ക് തരില്ല. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു എനർജിയിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളത് വിട്ടുപോകണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. മാത്രമല്ല ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കുറേ നിങ്ങൾ സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുമായ കുറേ കാര്യങ്ങൾ വിട്ട് നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ടായിരിക്കാം. കാരണം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങൾ, അത് ഒരിക്കലും വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഇമോഷൻസ് ആയിരിക്കാം, അത് നിങ്ങളെ അവിടെ നിന്ന് മാറിപ്പോവാൻ അനുവദിക്കാത്ത കുറേ ഇമോഷൻസ് സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാത്ത ആൾക്കാർ അങ്ങനെയാകണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കതിൽ നിന്ന് വലിയ ഗുണങ്ങളൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലെ 2 കാര്യങ്ങളെ നിങ്ങൾ വളരെ ഭംഗിയായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിന് നിങ്ങൾക്ക് ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. 2 സിറ്റുവേഷൻസ് നിങ്ങൾ വളരെ സുന്ദരമായി ഇവിടെ ഹാൻഡിൽ ചെയ്യും എന്നാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 2 സിറ്റുവേഷൻസ് ഒന്നിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ സമയം നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ കൂളായിരിക്കും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് നിങ്ങളുടെ സമയമാണ് എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള, നിങ്ങളുടെ സത്യത്തിനും നന്മയ്ക്കുമുള്ള ഫലമൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളത് വളരെ ഹാപ്പി ആയിട്ട് വളരെ കോൺഫിഡൻസോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി തിരക്കുള്ളൊരു സമയമായിരിക്കും ഇത്. നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറേ ജോലികൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇതിന് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതുപോലെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്.
അപ്പോൾ ഈ സമയം നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുന്ന ഒരു സമയമാണ്. അതിപ്പോൾ ജോലിയിലുള്ള പ്രമോഷൻ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മാറി നഷ്ടങ്ങളൊക്കെ ലാഭങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രം ഇരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം റിയലായിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ശരിക്കും നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണത്തിലേക്ക് പോകാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസൊക്കെ മാറ്റി വയ്ക്കുക. ഇമോഷന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷൻസൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുക. അതായത് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെയുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് ചില മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നമ്മളതൊക്കെ മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് പഠിക്കാനൊന്ന് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നും കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഈ ഒരു സമയം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്. ആരുടെയും കൂടെ നിൽക്കാൻ പാടില്ല. അതായത് തെറ്റേതാണ് ശരി ഏതാണ് എന്ന് കണ്ട് മാത്രം ഈ സമയം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ സമയം നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, വ്യക്തമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ ഈ ഒരു സമയം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളത് പുറത്ത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു ഈഗോയും ഇല്ലാതെ നല്ലൊരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾ വിചാരിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സബലീകരിച്ച് അങ്ങനെ വളരെ കൂളായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലും ഈ ഒരു സമയം നിങ്ങൾക്കൊരു പ്രണയത്തിൻ്റെ ഓഫർ വരുന്ന ഒരു എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന എക്സൈറ്റഡ് ആക്കുന്ന ഒരു ഓഫർ ഈ സമയം വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.